നമസ്കാരം, TN ന്യൂസിലേക്ക് സ്വാഗതം. മലപ്പുറം എലങ്കൂരിലെ വിഷ്ണുജയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തലുമായി സുഹൃത്ത്. വിഷ്ണുജയ്ക്ക് ഭർത്തൃ വീട്ടിൽ നേരിടേണ്ടി വന്നത് കടുത്ത പീഡനമായിരുന്നു. തന്റെ ഭർത്താവ് കഴുത്തിൽ കയറി പിടിക്കാറുണ്ടെന്നാണ് വിഷ്ണുജ പറഞ്ഞിരുന്നത്. കൂടാതെ തന്റെ വാട്സപ്പ് ഭർത്താവായ പ്രബിന്റെ ഫോണുമായി കണക്ട് ആയിരുന്നു എന്നും അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ താൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ വിഷ്ണുജയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ആദ്യം പ്രവീൺ മർദ്ദിക്കും, അത് കഴിഞ്ഞ് മാപ്പ് ചോദിക്കും. ഇതായിരുന്നു പതിവ്. കാല് പിടിച്ച് മാപ്പ് ചോദിക്കുമ്പോൾ വിഷ്ണുജ ക്ഷമിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാലും വീട്ടിൽ ഇക്കാര്യം പറയണമെന്ന് സുഹൃത്തുക്കൾ വിഷ്ണുജയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ഭർത്താവ് പാവമാണെന്നും തന്നോട് മാപ്പ് പറഞ്ഞു എന്നും അയാളെ മാറ്റിയെടുക്കാമെന്നുമായിരുന്നു വിഷ്ണുജ പറഞ്ഞിരുന്നത്. ഇക്കാര്യം തന്റെ വീട്ടുകാരെ അറിയിക്കരുതെന്നും സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു. വീട്ടിലറിഞ്ഞാൽ അവർ വിവാഹബന്ധം വേർപെടുത്തി തന്നെ വീട്ടിൽ കൊണ്ടാക്കുമെന്നും 3 മക്കളുള്ള തന്റെ വീട്ടിൽ താനൊരു ബാധ്യതയാകുമെന്നും വിഷ്ണുജ അറിയിച്ചിരുന്നതായി കൂട്ടുകാർ വ്യക്തമാക്കി. എന്നാൽ ഇക്കാര്യം അന്നേ വീട്ടുകാരോട് പറഞ്ഞിരുന്നെങ്കിൽ അവളുടെ ജീവൻ നഷ്ടമാവില്ലായിരുന്നു എന്ന് വേദനയോടെയാണ് കൂട്ടുകാർ പറയുന്നത്. സൗന്ദര്യമില്ലെന്ന് പറഞ്ഞും സ്ത്രീധനത്തിന്റെ പേരിലും വിഷ്ണുജയെ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നതായും പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം പ്രബിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആത്മഹത്യ, പ്രേരണ, സ്ത്രീപീഡനം എന്നീ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത്. ഇയാളുടെ വീട്ടുകാരെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. വൻ ആരോപണങ്ങളുമായി വിഷ്ണുജയുടെ കുടുംബം രംഗത്ത് വന്നിട്ടുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിലും സൗന്ദര്യമില്ലെന്നും ജോലിയില്ലെന്നും പറഞ്ഞ് തന്റെ മകളെ അപമാനിച്ചിരുന്നു. അവന്റെ കൂടെ യാത്ര ചെയ്യാൻ സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് ബൈക്കിൽ പോലും കയറ്റിയിരുന്നില്ല. ബസ്സിലാണ് തന്റെ മകൾ യാത്ര ചെയ്തിരുന്നതെന്നും വിഷ്ണുജയുടെ പിതാവ് വ്യക്തമാക്കി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് എളങ്കൂരിലെ ഭർത്തൃവീട്ടിൽ വിഷ്ണുജയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 2023 ഇരുവരും വിവാഹിതരാകുന്നത്. പ്രവീൺ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സാണ്. ഇയാളെ പോലീസ് കോടതിയിൽ ഹാജരാക്കി.